ഡോക്ടർ മനോജ് ജോൺസണുമായിട്ടുള്ള ഒരു പരിചയം എന്ന് പറയുന്നത് കുറെ അധികം വർഷത്തെ ഒരു പരിചയമാണ്. അടുത്ത ഒരു സുഹൃത്താണ് അദ്ദേഹം. എൻ്റെ വളർച്ചയും അദ്ദേഹത്തിന്റെ വളർച്ച ഞാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നതാണ്. അപ്പോൾ കുട്ടികളുടെ ഈ ക്യാമ്പിലേക്ക് അദ്ദേഹം വരണമെന്ന് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. എല്ലാ ക്യാമ്പുകളിലേക്കും അദ്ദേഹം വരാറുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ അവതരിപ്പിക്കും. വേറെ ഒരെണ്ണമാണ് കാർബോണേറ്റഡ് ഡ്രിങ്ക്സ്. കാർബോണേറ്റഡ് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് ഡ്രിങ്ക്സ് കേട്ടിട്ടുണ്ടല്ലേ? സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ പേരെന്ന് പറഞ്ഞ് പെപ്സി, കൊക്കോള, ഫാന്റ. ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ്. യാതൊരു കുഴപ്പമില്ല. ഇതും ചോക്ലേറ്റും ബിസ്ക്കറ്റും പോലെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. വല്ലപ്പോഴും ആഗ്രഹത്തിന് ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ എത്ര അറിയോ? മന്ത്ലി വൺസ് ഓർ ട്വൈസ്, അല്ലാതെ വീക്ക്ലി അല്ല. ഡെയിലി പരിപാടി ഇല്ലേ ഇല്ല, 10 ദിവസം കൂടുമ്പോഴും അല്ല. അതായത് മിനിമം ഗ്യാപ്പ് എന്ന് പറയുന്നത് 2 to 3 weeks. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? അതാണ് ആദ്യം പറയുന്നത്. ഇത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പോലെ ഒരു പ്രശ്നമല്ല ഇതിൻ്റെത്. ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് കുറച്ചുകൂടെ സിവിയർ ആണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സാധാരണ ഉള്ള കാര്യം പറയാം, വെയിറ്റ് കൂടും. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന അളവേക്കാട്ടിലും വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കും. കാരണം ഷുഗർ ഉള്ളിലേക്ക് കയറിയ നിങ്ങൾ ഒരു ഗ്ലാസ് സ്പ്രൈറ്റിലോ കോക്കിലോ പെപ്സിയിലോ എടുത്തു കഴിഞ്ഞാൽ മിനിമം 5 to 6 ടീസ്പൂൺ പഞ്ചസാരയാണ്. 1 സ്പൂൺ പഞ്ചസാര എന്ന് അറിയാമല്ലോ എത്ര ഉണ്ടത്? അറിയാമല്ലോ. ഇതേപോലെ ഒരു ഗ്ലാസ്സിലേക്ക് 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ് ഇടുന്നില്ലേ? ആ അളവിലാണ് ഒരു ഗ്ലാസ് കുടിച്ചാറുള്ള കാര്യം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത്രയും കാലം ഉള്ളിലേക്ക് കയറിയാൽ ബോഡിയിലെ ഷുഗർ ലെവൽ കൂടും. കൂടി ആദ്യം സംഭവിക്കുന്നത് അറിയോ? പല്ല് ഡാമേജ്. ഇവിടെ എത്ര പേർക്ക് പല്ലിന്റെ വേദനയും കാവിറ്റീസും ഉണ്ട്? ആർക്കും ഇല്ല. ഇവിടെയുള്ള 80% ആൾക്കാർക്കും അതുണ്ട്. നിങ്ങൾക്ക് പല്ലിന് പൊളിപ്പ് വരാം, പല്ലിന് വേദന വരാം, പല്ലിന് കറുപ്പുണ്ടാകാം, പല്ലിന്റെ കളർ മാറാം, മോണയ്ക്ക് വേദന വരാം, പല്ല് പൊടിഞ്ഞു പോകാം. ഇതൊക്കെ കൂടുതൽ എപ്പോഴും സംഭവിക്കുന്നറിയോ? മധുരം കൂടുതൽ കയറും. എങ്ങനെ സംഭവിക്കുന്നറിയോ? ഈ മധുരം കയറുമ്പോഴത്തേനും ഈ കാൽസ്യം വലിച്ചെടുക്കും. ഈ മധുരം ദഹിപ്പിക്കാൻ ഉപയോഗപ്പെടുന്നതിനായിട്ട് കാൽസ്യം വളരെ അത്യാവശ്യമാണ്. ഇതെന്താ സംഭവിക്കുന്നത്? എല്ലിൽ നിന്നും പല്ലിൽ നിന്നൊക്കെയാണ് വലിച്ചെടുക്കുന്നത്. പിന്നെ അതാണ് ഒന്ന്, ഇത് കട്ടി കുറയും. രണ്ടാമത് എന്തുവാ? മധുരം ഒരു 2-3 മണിക്കൂർ പല്ലിൽ നിന്നാൽ ആ ഭാഗത്ത് കേട്ടിട്ടില്ല, പുഴു തിന്നാന്ന് കേട്ടിട്ടില്ലേ? പുഴു തിന്നുകയല്ല, പുഴുവല്ല അവിടെ തിന്നുന്നത്. അവിടെ ആ പല്ല് തുള വീഴും, എനാമൽ ഡാമേജ് ആവും, അവിടെ അത് കറക്കും. എന്നിട്ടാണ് അതിലേക്കാണ് വന്ന ആഹാര സാധനങ്ങളും കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് പല്ലിന് കൂടുതൽ ഡാമേജ് വരുന്നത്. ഏറ്റവും ഡേഞ്ചറസ് സാധനമാണ് ഇപ്പൊ പറയാൻ പോകുന്ന കാര്യം,